എന്റെ പ്രിയൻ വാനിൽ വരാറായി, കാഹളത്തിൻ ധ്വനി കേൾക്കാറായി. മേഘധ്വനി മുഴങ്ങും ദൂതർ ആർത്തു പാടിയിടും, നാമും ചേർന്ന് പാടും ദൂതർ തുല്യരായി. മേഘധ്വനി മുഴങ്ങും ദൂതർ ആർത്തു പാടിയിടും, നാമും ചേർന്ന് പാടും ദൂതർ തുല്യരായി. എന്റെ പ്രിയൻ വാനിൽ വരാറായി. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ലിവിങ് മന്ന എന്ന് പറയുന്ന പ്രോഗ്രാമിൽ ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമുകൾ വളരെ അനുഗ്രഹമായി തീരുന്നു എന്ന് അറിയുന്നതിൽ ഞങ്ങൾ ഒത്തിരി സന്തോഷിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. തുടർന്നുള്ള ചില നിമിഷങ്ങൾ കർത്താവിൻ്റെ വചനം നമ്മൾ ഒരുമിച്ച് ശ്രദ്ധിക്കാനായിട്ട് പോവുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ആ ദൈവവചനം കേൾക്കാം. ആ ദൈവവചനമാണ് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നത്. ആ വചന കേൾവിക്കായി ഞാൻ നിങ്ങളെ എല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ദൈവവചന ധ്യാനത്തിനായി നമുക്കൊരു വേദഭാഗം വളരെ വേഗത്തിൽ വായിക്കാം. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 25 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. 12 സംവത്സരമായിട്ട് രക്തസ്രാവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയൊന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ട് ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നിരുന്ന ഒരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ താൻ രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞ് പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്ന് അവൻ്റെ വസ്ത്രം തൊട്ടു. ക്ഷണത്തിൽ അവളുടെ രക്തസ്രാവം നിന്നു. ബാധ മാറി താൻ സ്വസ്ഥയായി എന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു. ഉടനെ യേശു തങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് ഉള്ളിൽ അറിഞ്ഞിട്ട് പുരുഷാരത്തിൽ തിരിഞ്ഞു. എൻ്റെ വസ്ത്രം തൊട്ടത് ആരെന്ന് ചോദിച്ചു. ശിഷ്യന്മാർ അവനോട്, പുരുഷാരം നിന്നെ തിക്കുന്നത് കണ്ടിട്ടും എന്നെ തൊട്ടത് ആരെന്ന് ചോദിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവനോ അത് ചെയ്തവളെ കാണുവാൻ ചുറ്റും നോക്കി. സ്ത്രീ തനിക്ക് സംഭവിച്ചത് അറിഞ്ഞിട്ട് ഭയപ്പെട്ട് വിറച്ചു കൊണ്ടുവന്ന് അവൻ്റെ മുമ്പിൽ വീണ് വസ്തുതയൊക്കെ അവനോട് പറഞ്ഞു. അവൻ അവളോട്, മകളെ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുക എന്ന് പറഞ്ഞു. ഈ വായിച്ച വേദഭാഗത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ചില കാര്യങ്ങൾ. 12 സംവത്സരമായി ഒരു വലിയ പ്രശ്നത്തിൽ അകപ്പെട്ട ഈ സഹോദരിയുടെ ജീവിതത്തിൽ യേശു കർത്താവിൻ്റെ വ്യക്തമായ ദൈവിക സൗഖ്യം പകരപ്പെടുന്ന ഒരു കാഴ്ചയാണ് ഈ വേദഭാഗങ്ങളിൽ നിന്നും നമുക്ക് കാണുവാനായി കഴിയുന്നത്. നമുക്കറിയാം, യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ കാലയളവിൽ അനേക 1000 രോഗികളെ സൗഖ്യമാക്കി. യേശു പലരുടെ അടുക്കലേക്ക് പോയി രോഗികളെ സൗഖ്യമാക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണുവാനായി കഴിയും. എന്നാൽ ഇവിടെ നമുക്ക് കാണുവാനായി കഴിയുന്നത് യേശു കർത്താവ് ഒരു സഹോദരിയുടെ ജീവിതത്തിൽ സംഭവിച്ച വിശ്വാസത്തിൽ നിന്ന് സംഭവിച്ച ഒരു സൗഖ്യം, അതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ഈ സഹോദരിയുടെ ജീവിതത്തിൽ 12 വർഷമായി താൻ അനുഭവിക്കുന്ന ഒരു അതിശക്തമായ വ്യതയുടെ കഥയാണ് ഇതിൻ്റെ പ്രാരംഭ വാക്യങ്ങളിൽ നമ്മൾ വായിച്ചു കേട്ടത്. നമുക്കവിടെ കാണാൻ കഴിയുന്ന കാര്യം ഇതാണ്. 12 സംവത്സരമായി തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിക്കുന്ന വലിയൊരു ക്ലേശം. നമുക്കറിയാം, ആ സാഹചര്യം നാം ഒന്ന് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സാധാരണ രീതിയിലുള്ള ഒരു പ്രശ്നമല്ല ഈ സഹോദരി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ കഥയല്ല ഇവൾ പറയുന്നത്, അല്ലെങ്കിൽ 2 ദിവസത്തെയോ അല്ലെങ്കിൽ ഒരാഴ്ചയോ അല്ലെങ്കിൽ ഒരു മാസത്തെയോ ഒരു വർഷത്തെ കഥയല്ല. 12 വർഷത്തെ ഒരു ചരിത്രമാണ് ഈ സഹോദരി ഇവിടെ കാണാൻ കഴിയുന്നത്. എന്നാൽ സ്വർഗത്തിലെ ദൈവം അവളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം നൽകാൻ കാരണം അവളുടെ വിശ്വാസമാണ്. ഹല്ലേലൂയ. ഇന്ന് ഈ പകൽക്കാലം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള ഒരു കാര്യം ഇതാണ്. യേശു കർത്താവിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ എത്ര വർഷം പഴക്കമുള്ള വിഷയമാണെങ്കിലും എൻ്റെ യേശു കർത്താവ് ആ വിഷയങ്ങളെ പരിഹരിച്ചു നൽകുമെന്നുള്ളത് അവൻ തിരുവചനത്തിൽ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. നാം മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ്, വിശ്വാസത്തിന് വലിയ സ്ഥാനമുണ്ട്. പലപ്പോഴും പലരും പല ദൈവങ്ങളിൽ വിശ്വസിക്കുന്നുണ്ട്, പലതിലും ആശ്രയിക്കുന്നുണ്ട്, വലിയ കാര്യങ്ങൾ വിശ്വാസത്തെക്കുറിച്ച്
കുറിച്ച് പറയാറുണ്ട്. എന്നാൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു സഹോദരി യേശുവിൽ ആശ്രയിച്ചുകൊണ്ട് ഒരു വലിയ ദൈവപ്രവൃത്തി കാണുകയാണ്. എന്താണ് ഇവിടുത്തെ പ്രശ്നം? 12 വർഷമായി താൻ ഒരു വലിയ പ്രയാസത്തിൽ കൂടി കടന്നു പോകുന്നത്. എന്താണ്? തൻ്റെ ശരീരത്തിൽ നിന്ന് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു അനുഭവം. ഇതുപോലെ ഇവൾക്ക് സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. ലേവ്യ പുസ്തകം 25 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നമുക്ക് അവിടെ മനസ്സിലാക്കാൻ കഴിയും, ന്യായപ്രമാണ പ്രകാരം ഇവൾ അശുദ്ധയായ ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞാൽ, മോശയിൽ കൂടി ദൈവം കൊടുത്ത ന്യായപ്രമാണ പ്രകാരം ഈ സഹോദരി അശുദ്ധ എന്ന രീതിയിലുള്ള ഒരു മുദ്ര ഇവളുടെ മേൽ കടപ്പുണ്ട്. എന്ന് പറഞ്ഞാൽ നാം മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, ന്യായപ്രമാണം ഇവളുടെ മേൽ ഒരു വലിയ മുദ്ര കുത്തിരിക്കണം. എന്താ? അശുദ്ധമായ ഒരു അനുഭവം. എന്ന് പറഞ്ഞാൽ ഈ അശുദ്ധമായ അനുഭവം ഇവളുടെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഇവളുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് ഒരു വലിയ ദൈവിക സാന്നിധ്യം ഇവളിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ യാതൊരു അശുദ്ധനും ദൈവ സാന്നിധ്യത്തിൽ പ്രവേശിക്കാൻ കഴിയാതെ ഇരിക്കുമ്പോൾ ഇവൾക്ക് സംഭവിച്ചു പോയത് ഈ അശുദ്ധി മൂലം ദൈവ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ ദൈവമായുള്ള ആരാധന നഷ്ടപ്പെട്ടിരിക്കുകയാണ്. 2, ഈ അശുദ്ധി എന്ന് പറയുന്ന അനുഭവം മൂലം ഇവളെ എവിടെയെങ്കിലും തൊട്ടാൽ, അല്ലെങ്കിൽ ഇവളെ എവിടെയെങ്കിലും ഇരുന്നാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ആ വ്യക്തികളുമായി താൻ ഇടപെട്ട് കഴിഞ്ഞാൽ ആ വ്യക്തി പോലും അശുദ്ധമാകുന്ന രീതിയിലുള്ള ഒരു വലിയ പ്രവൃത്തിയാണ് ഇവളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം, സ്വത്ര ആരാധന മാത്രമല്ല ഇവൾക്ക് നഷ്ടപ്പെട്ടത്, ആരാധന പോലെ വ്യക്തികളുമായുള്ള വലിയ ബന്ധം ഇവൾക്ക് നഷ്ടപ്പെട്ടു. 3, വ്യക്തികളുമായിട്ടുള്ള ബന്ധം മാത്രമല്ല നഷ്ടത്, തനിക്കുള്ളത് സകലതും അവൻ ചെലവഴിച്ചു എന്ന് അവിടെ നമുക്ക് കാണുവാനായി കഴിയും. നോക്കിക്കേ, ഇവളുടെ ജീവിതം എത്രമാത്രം നിരാശയുടെ രീതിയിലാണ് കടന്നു പോകുന്നത്. അവൾ ദൈവവുമായുള്ള ബന്ധം അവൾക്ക് നഷ്ടപ്പെട്ടു, ആരാധന നഷ്ടപ്പെട്ടു. 2, അവൾ സ്വത്ര ആയിരിക്കുന്ന ചുറ്റുപാടിൽ പലരുമായി ബന്ധപ്പെടാൻ അവൾക്ക് ആഗ്രഹമുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരോടും സഹകരിക്കണം, സംസാരിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. എന്നാൽ അതൊന്നും സംഭവിക്കാത്ത രീതിയിൽ, ഒരു വല്ലാത്ത രീതിയിൽ അകത്ത് കിടക്കുന്ന ഒരു അനുഭവമാണ് ഈ സ്ത്രീയിൽ കൂടി നമുക്ക് കാണുവാനായി കഴിയും. 3, തനിക്കുള്ളതൊക്കെ ചെലവഴിച്ച് താൻ ഏറ്റവും പരവശയായി തീർന്ന ഒരു അനുഭവം. നോക്കിക്കേ, എത്ര ഭയാനകമായ അനുഭവമാണ് നമുക്കിവിടെ കാണുവാനായി കഴിയുന്നത്. ഒരു വലിയ പ്രതീക്ഷ ഇവളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം ഡോക്ടേഴ്സിനെയൊക്കെ ഇവൾ കാണുമ്പോൾ ഒരു വലിയ പ്രതീക്ഷ, പക്ഷേ ഇവളുടെ പ്രതീക്ഷകൾ മുഴുവനും അസ്ഥാനത്തായി മാറുകയാണ്. എന്നാൽ ഒരു ദിവസം ഇവൾ യേശുവിൻ്റെ വർത്തമാനം കേട്ടു എന്ന് അവിടെ നമുക്ക് കാണുവാനായി കഴിയും. സ്തോത്രം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, യേശുവിൻ്റെ വർത്തമാനം ഇവൾ കേട്ടു എന്ന് പറയുമ്പോൾ ഇവൾക്ക് പുറത്തിറങ്ങാൻ കഴിയത്തില്ല. കാരണം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇവൾ ന്യായപ്രമാണ സംബന്ധമായി ഒരു ശുദ്ധീകരണത്തിന് ക്രമീകരണങ്ങൾ അവിടെ വരുത്തേണ്ടത് ആവശ്യമാണ്. എന്നാൽ അങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ തളർന്ന് ഒരു വല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഭവനത്തിലായിരിക്കുന്നത്. എന്നാൽ അവൾ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാന്യ സഹോദര സഹോദരി, യേശുവിൻ്റെ വർത്തമാനം കേട്ടു എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യം, ആരോ പറഞ്ഞു യേശു സൗഖ്യമാക്കുന്ന ദൈവമാണെന്ന്. സ്തോത്രം. എന്താ അവിടെ സംഭവിച്ചത്? നമുക്ക് കാണാൻ കഴിയും, അവളുടെ ജീവിതത്തിൽ ആ കേൾവി വിശ്വാസമായി പരിണമിച്ചു. നമുക്കറിയാം, റോമാലേഖനം 10-ാം അധ്യായം അതിൻ്റെ 17-18 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും, വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ജീവിതത്തിൽ സംഭവിച്ചത്, ആരോ പറഞ്ഞത് കേട്ടതാണെങ്കിലും ആ കേൾവി അവളുടെ ജീവിതത്തിൽ വിശ്വാസമായി പരിണമിക്കുകയാണ്. ഹല്ലേലൂയ, സ്വത്ര. കർത്താവിൻ്റെ ആ വലിയ പ്രവൃത്തി ഇവളിലേക്ക് വെളിപ്പെടുന്നതിന് മുമ്പ് അടിസ്ഥാനമായി വെളിപ്പെട്ട ഒരു സംഭവമാണ് വിശ്വാസം. സ്വത്ര. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ ജീവിതം ഒരു പക്ഷേ ഈ സ്ത്രീയെ പോലെ തകർന്ന വ്യക്തിയായിരിക്കാം. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, സകല തകർച്ചകളെ മാറ്റുവാൻ കഴിയുന്ന രീതിയിലുള്ള ആത്മപ്രവൃത്തി നിന്നിലേക്ക് വെളിപ്പെടും. ആ വെളിപ്പെടുന്നതിന് അടിസ്ഥാനമായി വെളിപ്പെടേണ്ട വിശ്വാസം നിനക്കുണ്ടെങ്കിൽ നിന്റെ മുമ്പിൽ നിൽക്കുന്ന സകല മലകളും അത് മാറിപ്പോകുന്ന രീതിയിലുള്ള അത്ഭുത പ്രവൃത്തികൾ നിനക്ക് വേണ്ടി സംഭവിക്കാനായി പോവുകയാണ്. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണാൻ കഴിയും, ഇവിടെ ജീവിതത്തിൽ ആ കേൾവി വിശ്വാസമായി പരിണമിക്കുകയാണ്. ഹല്ലേലൂയ. ആ വിശ്വാസം പരിണമിച്ചപ്പോൾ, അല്ലെങ്കിൽ വിശ്വാസം അത് വിശ്വാസമായി വെളിപ്പെട്ടപ്പോൾ എന്താ സംഭവിച്ചതെന്ന് നമുക്ക് അവിടെ കാണുവാനായി കഴിയുന്നത്, വിശ്വാസം അതൊരു പ്രവൃത്തിയായി മാറുകയാണ്.
നമുക്കറിയാം, വിശ്വാസം പ്രവൃത്തിയായി മാറുന്നില്ല എങ്കിൽ അത് നിർമൂലമായി പോകും. പക്ഷെ ഇവളുടെ ജീവിതത്തിൽ നിർമൂലമായി പോയില്ല. അവൾ ആഴത്തിലേക്ക് 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 ഒരു പ്രവൃത്തിയായി വെളിപ്പെടുകയാണ്. സ്തോത്രം. അവിടെ നമുക്ക് കാണുവാനായി കഴിയുന്ന കാര്യം ഇതാണ്. അവൻ വർത്തമാനം കേട്ടപ്പോൾ അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞ് പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്ന് യേശുവിൻ്റെ വസ്ത്രം തൊട്ടു. നോക്കിക്കേ, അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം, ഇവളുടെ ശാരീരിക ബലഹീനതകളൊന്നും ഇവളെ അവൻ സ്വത്രം പുറത്തിറങ്ങാൻ അനുവദിക്കുന്നതല്ല. എന്നാൽ അവൻ സ്വത്രം ഇവളുടെ ജീവിതത്തിൽ സംഭവിച്ച വിശ്വാസം അതൊരു പ്രവൃത്തിയായി മാറി. ഒരു സ്റ്റെപ്പ് അവൾ എടുത്തു വയ്ക്കുകയാണ്. എങ്ങനെയുള്ള സ്റ്റെപ്പാണ്? വിശ്വാസത്തിൻ്റെ പ്രവൃത്തി. ഹല്ലേലൂയ. ഇത് പലരുടെ ജീവിതത്തിൽ വിശ്വാസമുണ്ടെന്ന് പറയുന്നുണ്ട്, എന്നാൽ അവരെല്ലാം വിശ്വാസമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. അവർക്ക് വേണ്ടതുപോലെ സ്റ്റെപ്പുകൾ എടുത്തു വെക്കാൻ കഴിയുന്നില്ല. ഇവൾക്ക് തടസ്സമായി നിന്ന 3 കാര്യങ്ങൾ സ്വത്രം അവൾ പൊട്ടിച്ചു മാറ്റുകയാണ്. ഒന്ന്, ഇവളുടെ ബുദ്ധിമണ്ഡലങ്ങളിൽ വ്യാപരിച്ചു കൊണ്ടിരുന്ന ഒരു സംഭവമുണ്ട്. സ്വത്രം ന്യായപ്രമാണം ഇവളെ അശുദ്ധ എന്ന് മുദ്ര കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായി കഴിയുന്ന കാര്യം, ഇവൾ അശുദ്ധ എന്ന് പറയുന്ന ആ ബുദ്ധിയിൽ പറയുന്ന വാക്കുകളെ അവൾ ഗണ്യമാക്കാതെ അതിനെ പൊട്ടിക്കുവാനായി തയ്യാറായി. ഇന്ന് ഈ പകൽക്കാലം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര, നിന്റെ ജീവിതത്തിൽ ഒരുപക്ഷെ ഒത്തിരി പ്രശ്നങ്ങളുള്ള വ്യക്തിയായിരിക്കാം. അപ്പോൾ ഡോക്ടർമാർ പറയുന്നത് അത് നടക്കത്തില്ലെന്നാണ്. സ്വത്രം നിന്റെ സഹോദരങ്ങൾ പറയുന്നത് അത് നടക്കത്തില്ലെന്നാണ്. നിന്റെ വ്യക്തി ജീവിതങ്ങൾ കുടുംബക്കാർ മുഴുവനും പറയുന്നത് അത് നടക്കത്തില്ല എന്നാണ്. പക്ഷേ ഇന്ന് പകൽ യേശു കർത്താവ് വിളിച്ചു പറയുന്നു, നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. അത് ബുദ്ധി പറയുന്ന പ്രമാണത്തെ ഇന്ന് പകലൊന്ന് മാറ്റിവെച്ചിട്ട് ആ യേശുവിലുള്ള വിശ്വാസത്താൽ നീ പറ, എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വിശ്വാസം അതൊരു പ്രവൃത്തിയായി മാറുകയാണ്. കാരണം വിശ്വാസം പ്രവൃത്തിയായി പരിണമിച്ചില്ല എങ്കിൽ ദൈവപ്രവൃത്തി കാണാൻ കഴിയത്തില്ല എന്ന് നമുക്കവിടെ മനസ്സിലാക്കുവാനായി കഴിയും. സ്തോത്രം. നമ്മൾ മനസ്സിലാക്കുക, ദൈവമക്കളെ, വിശ്വാസം പ്രവൃത്തിയായി മാറുന്ന ഒരു അനുഭവം, വിശ്വാസം പ്രവൃത്തിയായി മാറുക. ആമേൻ. വിശ്വാസം പ്രവൃത്തിയായി മാറുക, വിശ്വാസം പ്രവൃത്തിയായി മാറുക. വെറും വാക്കുകൊണ്ട് വിശ്വസിക്കുകയല്ല, ഏതെങ്കിലും കാര്യങ്ങൾ കേട്ട് വിശ്വസിക്കുക മാത്രമല്ല, അത് പ്രവൃത്തിയായി മാറുക. അതിൻ്റെ ഒന്നാമത്തെ ഘട്ടം നമുക്ക് കാണുവാൻ കഴിയും. അവളുടെ ബുദ്ധിമണ്ഡലത്തെ അവൾ പൊട്ടിച്ചു മാറ്റി. ഹല്ലേലൂയ. നടക്കില്ല എന്ന് പറയുന്ന പ്രമാണത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അശുദ്ധ എന്ന് പറയുന്ന ബുദ്ധി പറയുന്ന ആ ന്യായപ്രമാണം പറയുന്ന ആ പ്രമാണത്തെ അവൾ പൊട്ടിച്ചു മാറ്റി. 2, അവൾക്ക് തടസ്സമായി നിന്ന അവളുടെ കുടുംബാന്തരീക്ഷത്തെ അവൾ പൊട്ടിച്ചു മാറ്റി. സ്തോത്രം. എന്താ അവിടെ കാണാൻ കഴിയുന്നത്? അവൾ റൂമിനകത്ത് ഒറ്റപ്പെട്ടവളായി അകത്ത് കടക്കുമ്പോൾ അവൾ രണ്ടാമത് അവൾക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഭവനത്തെ അവൾക്കൊന്ന് പൊട്ടിച്ചു മാറ്റണം എന്ന് പറഞ്ഞാൽ, തടസ്സങ്ങൾ ഓരോന്നായി മുമ്പിൽ നിൽക്കുമ്പോൾ അന്നുവരെ അവളുടെ റൂം അടഞ്ഞു കിടക്കുകയാണ്. കാരണം പുറത്തിറങ്ങിയ അശുദ്ധ എന്ന് പറയുന്ന ആ അനുഭവത്തിൽ നിന്ന് സ്വർഗം അവളെ ശക്തമായി പുറത്തേക്ക് തള്ളിക്കൊണ്ടുവരികയാണ്. സ്വത്രം. അവൾ രണ്ടാമത് ചെയ്തത് സ്വത്രം തനിൻ്റെ ഭവനത്തിൽ നിന്ന് താൻ പുറപ്പെടുന്ന ഒരു അനുഭവം. സ്വത്രം. മൂന്നാമത് തനിക്ക് വലിയ തടസ്സമായി നിന്ന ഒരു പുരുഷാരത്തെ നമുക്ക് അവിടെ കാണുവാനായി കഴിയും. അവിടെ നമുക്ക് സ്വത്രം കാണാൻ കഴിയുന്ന സത്യവതാണ്, അവൾ പുരുഷാരത്തിൽ കൂടി അവൾ യേശുവിൻ്റെ അടുക്കിലേക്ക് വരികയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അവൾ എന്താണ് ചെയ്തത്? മറ്റൊന്നുമല്ല, പുരുഷാരം അവൾക്കൊരു തടസ്സമായി നിന്നപ്പോൾ. ഇന്ന് നമ്മുടെ എല്ലാം പ്രശ്നം രോഗമാണോ എന്ന് ചോദിച്ചാൽ രോഗമാണ്. യെസ്, പ്രശ്നങ്ങളുള്ളവരുണ്ട്, നിരാശയുള്ളവരുണ്ട്. പക്ഷേ ഇന്ന് പലരുടെയും പ്രശ്നങ്ങൾ വ്യക്തി ജീവിതങ്ങളാണ്. എന്നാൽ വ്യക്തിയെ നോക്കിയാൽ നീ നിരാശ മാത്രമേ നിനക്ക് ലഭിക്കുകയുള്ളൂ. വ്യക്തിയെ നോക്കാതെ യേശുവിൻ്റെ അടുക്കലേക്ക് പോകാൻ മനസ്സുണ്ടെങ്കിൽ ആ വ്യക്തി ജീവിതങ്ങളുടെ തടസ്സങ്ങളെ ഇന്ന് പകൽക്കാലം നീ എടുത്തു മാറ്റേണ്ടത് ആവശ്യമാണ്. നോക്കണം, അവൾക്ക് അന്നുവരെ തടസ്സമായി നിന്ന് അവളുടെ ആ ഗ്രൂപ്പിനെ, ഒരു വലിയ കൂട്ടം അവൾക്ക് തടസ്സമായി നിന്ന്, ഒരു പുരോഹിത കൂട്ടം അവൾക്ക് തടസ്സമായി നിന്നു. അവൾ ബന്ധുക്കൾ, അവളുടെ കൂടെ ഉണ്ടായിരുന്ന സകല പ്രിയപ്പെട്ടവരും അവൾക്കൊരു തടസ്സമായി നിന്ന്. എന്നാൽ അവൾ അതിനെ യേശുവിൻ്റെ നാമത്തിൽ പൊട്ടിക്കുകയാണ്. സ്തോത്രം. എന്നിട്ട് അവൾ എന്താ ചെയ്തതെന്ന് കാണണമോ? അവൾ യേശുവിൻ്റെ അടുക്കലേക്ക് ഓടി ചെല്ലുകയാണ്. സ്തോത്രം. യേശുവിൻ്റെ തൊങ്ങൽ തൊട്ടു. സ്തോത്രം. നോക്കിക്കേ, അത്ര ഈസിയല്ല. അപ്പോൾ ഇത്രയും തടസ്സങ്ങളെല്ലാം അവൾ മാറ്റി വെച്ചിട്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് ഓടിച്ചെല്ലുന്ന ഒരു അനുഭവം നമുക്ക് വളരെ സിമ്പിളായിട്ടാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. യേശുവിനെ തൊട്ടു എന്ന്. എന്നാൽ യേശുവിനെ തൊട്ടു എന്ന് പറയുമ്പോൾ ഞാൻ 2-3 വെളിപ്പാടുകൾ നിങ്ങളുമായി ഒന്ന് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, സ്വത്ര സംഖ്യാപുസ്തകം 15 അധ്യായം അതിൻ്റെ 37 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ അത് നിങ്ങൾ വായിക്കേണ്ട. അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സ്വത്ര ഈ തൊങ്ങൽ എന്ന് പറയുമ്പോൾ ഒരു അടയാളമാണ്. എന്താണ് അടയാളം? ആ അടയാളം ഇതൊന്നും മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ സ്വന്തം
സ്വന്തം ജനമാണെന്ന് വേർതിരിച്ച് കാണിക്കുന്നതിനുള്ള ഒരു അടയാളമാണ് ഈ തൊങ്ങൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ അഗ്രം എന്ന് പറയുന്നത്. സ്തോത്രം. അതുമാത്രമല്ല, ഒരു വിശുദ്ധ ഗണമാണെന്ന്, അല്ലെങ്കിൽ താൻ എന്തിനു വേണ്ടി സ്തോത്രം താൻ ആയിരിക്കുന്നു എന്നതിനെ തെളിവാക്കുന്നതാണ് ഈ തൊങ്ങൽ എന്ന് പറയുന്നത്. സ്തോത്രം. തൊങ്ങൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് ചിത്രപ്പണികൾ കാണും. സ്തോത്രം. പ്രത്യേകമായ ഒരു നൂല് അതിനകത്ത് കാണുവാൻ കഴിയും. ഇതെല്ലാം കാണിക്കുന്നത് താൻ എന്തിനു വേണ്ടി ആയിരിക്കുന്നു എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഇവൾ വേറെ എങ്ങും അല്ല തൊട്ടത്, യേശു ആരെന്നുള്ള ഐഡന്റിറ്റിയിലാണ് ഇവൾ തൊട്ടത്. ആമേൻ. ഇന്ന് പകൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരിയും ആമേ തൊടേണ്ടത് വേറെ എവിടെയല്ല, നീ യേശു ആരെന്ന് അറിഞ്ഞുകൊണ്ട് നിനക്ക് തൊടാൻ മനസ്സുണ്ടെങ്കിൽ ആ തൊടുന്ന ആ നിമിഷം തന്നെ യേശു ക്രിസ്തുവിന്റെ സൗഖ്യം വിടുതലും നിന്റെ മേൽ അവൻ പകരുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, യേശു യേശുവിന്റെ തൊങ്ങൽ തൊട്ടു എന്ന് പറയുമ്പോൾ യേശു ആരെന്നുള്ള ഐഡന്റിറ്റിയിൽ അവൾ തൊട്ടു. സ്വത്രം. രണ്ടാമത് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്ന വെളിപ്പാട്, സ്വത്രം, വെറും തൊങ്ങലിലല്ല അവൾ തൊട്ടത്. അവൾ തൊട്ടത് അവൻ വീണ്ടെടുപ്പുകാരൻ ആണെന്ന് അറിഞ്ഞ്, എന്ന് പറഞ്ഞാൽ അവൾക്ക് ആ വെളിപ്പാട് ലഭിച്ചില്ല എങ്കിലും അത് അവിടെ വ്യക്തമായി നിൽക്കുമ്പോഴാണ് അവൾ അത് സ്തോത്രം തൊടാനായി ശ്രമിക്കുന്നത്. അപ്പോൾ രൂത്തിന്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം നമുക്ക് കാണുവാനായി കഴിയും. സ്തോത്രം. ഒരു വീണ്ടെടുപ്പുകാരനും അവൻ്റെ പുതപ്പ് വീഴുന്ന ഒരു അനുഭവം. സ്തോത്രം. അവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത് അതിൻ്റെ അഗ്രം സ്തോത്രം രൂത്തിൻ്റെ മേൽ വീണപ്പോൾ, രൂത്തിൻ്റെ മുകളിലേക്ക് ആ വസ്ത്രത്തിൻ്റെ അഗ്രം വീണപ്പോൾ അവിടെ സംഭവിച്ചത് ഒരു വീണ്ടെടുപ്പ് സംഭവിക്കുകയാണ്. സത്യത്തിൽ യേശുവിൻ്റെ തൊങ്ങൽ തൊട്ടു എന്ന് പറയുമ്പോൾ വെറുതെ പോയി ഏതെങ്കിലും ഒരു ചിത്രപ്പണി സ്തോത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൽ മാത്രമല്ല അവൾ പോയി തൊട്ടത്. രണ്ടാമത് അവൾ തൊട്ട ആ വെളിപ്പാടെന്ന് പറയുന്നത് യേശു വീണ്ടെടുപ്പുകാരനാണെന്നുള്ള ആ വലിയ വെളിപ്പാടിൽ. സ്തോത്രം. മൂന്നാമത് അവൾ തൊട്ടത് നമുക്ക് അറിയാം. മലാക്കി പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം അവിടെ നമുക്ക് കാണുവാൻ കഴിയും. ആമേൻ. സ്തോത്രം. സ്തോത്രം. രോഗോപശാന്തിയായി വെളിപ്പെടുന്ന സ്തോത്രം ഒരു അനുഭവം. സ്തോത്രം. സത്യം പറഞ്ഞാൽ അവൾ തൊട്ടത് മറ്റൊന്നിലുമല്ല, മഷിക ആരെന്നുള്ള സ്തോത്രം ആ വെളിപ്പാടിൽ അവൾ തൊടുകയുണ്ടായി. സ്തോത്രം. സ്തോത്രം. നിങ്ങൾ ഭവനങ്ങളിൽ പോയി വായിച്ചാൽ മതി. മലാക്കി സ്തോത്രം 4:2 സ്തോത്രം രോഗോപശാന്തിയായി വെളിപ്പെടുന്ന ഒരു മഷിഹായുടെ അനുഭവത്തെ അവിടെ കാണുവാനായി കഴിയും. 3 വെളിപ്പാടുകൾ. യേശു ആരെന്ന് അറിഞ്ഞുള്ള ഒരു വെളിപ്പാട്. 2 യേശു വീണ്ടെടുപ്പുകാരന് എന്നുള്ള ആ തിരിച്ചറിവിലുള്ള ഒരു സ്പർശനം. 3 അവർ വരാൻ പോകുന്ന മഷിക ആണെന്നുള്ള ഒരു വലിയ വെളിപ്പാടിൽ നിന്നുള്ള ഒരു സ്പർശനം. ഒരുപക്ഷെ ഇവൾക്ക് ഇതൊന്നും അറിയത്തില്ല എങ്കിലും ഇവൾ തൊട്ടത് എന്ന് പറഞ്ഞാൽ ഈ തൊങ്ങൽ ഈ 3 കാര്യങ്ങളെ വെളിപ്പാടായി നിർത്തി സ്തോത്രം വെളിപ്പാടായി നിൽക്കുമ്പോൾ അവൾ തൊട്ടത് ഈ 3 വെളിപ്പാടുകളിലാണ്. സ്തോത്രം. 1 യേശു ആരെന്ന് അറിഞ്ഞുകൊണ്ട് അവൾ തൊട്ടു. 2 യേശു വീണ്ടെടുപ്പുകാരൻ എന്ന അറിവോടെ. 3 വെളിപ്പാട് സ്തോത്രം ആഴത്തിൽ ലഭിച്ചിരിക്കുന്നത്, മറ്റളവിലല്ല, മഷിഹ എന്നുള്ള അർത്ഥം. ഈ 3 വാക്യങ്ങൾ ഞാൻ ആ വാക്യങ്ങൾ ഒന്നും കൂടെ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. സ്തോത്രം. സംഖ്യാപുസ്തകം 15-ാം അധ്യായം 37 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ, അതേപോലെ രൂത്ത് 3:9, മലാക്കി 4:2 വാക്യങ്ങൾ നിങ്ങൾ എടുത്തു വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായി കഴിയും. സ്തോത്രം. അതിനുശേഷം അവിടെ സംഭവിച്ചത് ഇങ്ങനെയാണ്. ഉടനെ ക്ഷണത്തിൽ അവളുടെ രക്തസ്രാവം നിന്നു, ബാധ മാറി, താൻ സ്വസ്ഥയായി എന്ന് അവൾ ശരീരത്തെ അറിഞ്ഞു. സ്തോത്രം. ഒന്ന് നോക്കിക്കേ, ഒരു സാധാ സ്പർശനത്തിലാണോ, ഒരു ചെറിയൊരു ഡ്രസ്സിലാണോ ഇവൾ തൊട്ടത്? അല്ല. 3 വ്യത്യസ്തമായ വെളിപ്പാട്. 1 യേശു ആരെന്ന് അറിഞ്ഞുകൊണ്ട്. 2 യേശു വീണ്ടെടുപ്പുകാരൻ എന്നുള്ള അറിവോടെ. ഇവൾക്കിതൊന്നും ആ സമയത്ത് അറിയത്തില്ല എങ്കിലും ഈ വാക്യങ്ങളെല്ലാം ഒരു വലിയ സത്യത്തെ വിളിച്ചറിയിക്കുമ്പോൾ അവൾക്ക് വലിയ വെളിപ്പാടൊന്നും ലഭിച്ചില്ല എങ്കിലും അവൾ തൊട്ടത് വെറുതെ ഉള്ള ഒരു അനുഭവത്തിലല്ല. അതൊരു വലിയ ഒരു സത്യത്തെ അവൾ സ്പർശിച്ചപ്പോൾ യേശുവിൽ നിന്ന് ഒരു വലിയ സൗഖ്യം അവിടെ വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. താഴോട്ട് വായിക്കുമ്പോൾ ബാധ മാറി സ്വസ്ഥയായി, ബാധ മാറി സ്വസ്ഥയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു അത് ആരെന്ന് അറിയുവാൻ തങ്ങളിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് താഴോട്ടുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാനായി കഴിയും. അവിടെ കാണുവാൻ കഴിയുന്ന കാര്യം യേശു അത് ചെയ്തവളെ കാണുവാനായി നോക്കിക്കേ, ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള സ്പർശനം യേശു തിരിച്ചറിഞ്ഞപ്പോൾ യേശു അന്വേഷിക്കുകയാണ്, ആരാണ് എന്നെ തൊട്ടത്? ഇത്രയും വലിയ ക്രൗഡ് നിൽക്കുമ്പോൾ യേശു അത് അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ശിഷ്യന്മാർ പറയുന്നു, ഇത്രയും വലിയ ക്രൗഡ് ഇവിടെ നിൽക്കുമ്പോൾ നീ എന്താണ് ചോദിക്കുന്നത്?
പക്ഷേ യേശുവിനറിയാം വ്യത്യസ്തമായ ഒരു സ്പർശനമാണ് ഇവൾ സ്വത്രം എന്നെ തൊട്ടത്. ആമേൻ സ്വത്രം. എല്ലാവരും ദൈവത്തെ ആരാധിക്കാറുണ്ട്, എല്ലാവരും ദൈവത്തെ സ്തുതിക്കാറുണ്ട്, എല്ലാവരും ദൈവത്തിന് മഹത്വം കൊടുക്കാറുണ്ട്. എന്നാൽ യേശുവിനെ തൊടേണ്ടതുപോലെ തൊട്ടാൽ അവനിൽ നിന്ന് അത്ഭുതങ്ങൾ പുറപ്പെട്ടു വരും, അവനിൽ നിന്ന് അടയാളങ്ങൾ പുറപ്പെട്ടു വരും, അവനിൽ നിന്ന് സൗഖ്യത്തിൻ്റെയും സ്വത്രം വിടുതലിൻ്റെ അനുഭവങ്ങൾ പുറപ്പെട്ടു വരും. അങ്ങനെയാണെങ്കിൽ സ്വത്രം ഇന്ന് പകൽ എന്നെ കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് അതിശക്തമായി സ്വത്രം നമ്മെ നിറയ്ക്കത്തക്ക രീതിയിലുള്ള ഒരു ശാരീരിക സ്പർശനം അവൻ നമ്മളിൽ നിന്ന് യേശുവിലേക്കൊന്ന് പകരപ്പെടുമാറാകട്ടെ. എന്ന് ഞാൻ പറയുമ്പോൾ അവൾ തൊട്ടു സ്വത്രം. ആ തൊട്ടത് വിശ്വാസത്തിൻ്റെ 3 വെളിപ്പാടുകളിൽ. ഹല്ലേലൂയ. ഒന്ന്, യേശു ആരെന്ന് അറിഞ്ഞുകൊണ്ട്. 2, യേശു സ്വത്രം വീണ്ടെടുപ്പുകാരൻ എന്നുള്ള സ്വത്രം അറിവോടെ. 3, സ്വത്രം മശിഹ എന്നുള്ള വലിയ 3 സത്യങ്ങൾ അവിടെ നിൽക്കുമ്പോൾ അവൾ സ്വത്രം തൊട്ടത് ഒരു വെറും സ്വത്രം ഒരു തൊങ്ങലിൻ്റെ അനുഭവങ്ങളിലല്ല. സ്വത്രം നിങ്ങൾ സ്വത്രം ഈ പകൽക്കാലം ഇത് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ തന്നെ സൗഖ്യം വ്യാപരിക്കണം. സ്വത്രം എങ്ങനെയുള്ള ഒരു സ്പർശനമാണ്? വിശ്വാസത്തിൻ്റെ 3 വെളിപ്പാടുകൾ. ആമേൻ ആമേൻ. ആ വെളിപ്പാടുകൾ നിങ്ങൾ ദൈവത്തെ തൊടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ശുശ്രൂഷകൾ മാറാൻ വേണ്ടി പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നിങ്ങൾ കാണാൻ പോവുകയാണ്. ഇതുവരെ കാണാത്ത വഴികൾ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ്. വിശ്വാസമാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. അതിനെ വെറും വിശ്വാസമായി കാണാതെ ആഴത്തിലുള്ള വെളിപ്പാടുകളിലുള്ള ഒരു വിശ്വാസം നമ്മൾ പ്രാപിച്ചെടുക്കുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നമ്മൾ ഓരോ ദിവസവും കാണുക തന്നെ ചെയ്യും. സ്വത്രം 33-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: സ്ത്രീ തനിക്ക് സംഭവിച്ചത് അറിഞ്ഞിട്ട് ഭയപ്പെട്ടും വിറച്ചും കൊണ്ട് ചെന്ന് അവൻ്റെ മുമ്പിൽ വീണ് വസ്തുത ഒക്കെ അവനോട് പറഞ്ഞു. അവൻ അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു. അവളെ രക്ഷിച്ചത് ഏതെങ്കിലും സ്വത്രം മാർഗമല്ല അവളെ രക്ഷിച്ചത് എന്ന് പറഞ്ഞാൽ സ്വത്രം അന്ന് പലതും അവിടെ നിൽക്കുമ്പോൾ, പല മെതേഡുകളും പല രീതികളും അവിടെ നിൽക്കുമ്പോൾ അവളെ രക്ഷിച്ചത് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. ഹല്ലേലൂയ. സ്വത്രം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര, സ്വത്രം പ്രിയ സഹോദരി, വ്യക്തി ജീവിതമേ, നിന്റെ ജീവിതത്തിൽ എത്ര വലിയ കാര്യങ്ങൾ നിന്റെ മുമ്പിലുണ്ടെങ്കിൽ, ഒത്തിരി കാര്യങ്ങൾ നിനക്ക് നേടാൻ പല വഴികളും ഉണ്ടെങ്കിലും യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം നിനക്കുണ്ടെങ്കിൽ മാറാത്ത മല പോലും മാറുക തന്നെ ചെയ്യും. സ്വത്രം നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി നീങ്ങി മറു സൈഡിലേക്ക് മാറിപ്പോകാൻ പറഞ്ഞാലും അങ്ങനെ പോകുമെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ എൻ്റെ വിശ്വാസമാണ് എൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനമെന്ന് പറയുന്നത്. സ്തോത്രം. അവിടെ സംഭവിച്ചത് ഇങ്ങനെയാണ്: ബാധ മാറി എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ അവളുടെ മേൽ ഭരിച്ച മറ്റൊരു കിങ്ഡം എന്ന് പറഞ്ഞാൽ, ബാധ എന്ന് പറയുമ്പോൾ പൈശാചികമായ അനുഭവങ്ങൾ ഇവളെ റൂൾ ചെയ്തപ്പോൾ അത് മാറി മറ്റൊരു റൂളിംഗ് എന്ന് പറഞ്ഞാൽ കിങ്ഡം, ദൈവരാജ്യം അവളിലേക്ക് റൂൾ ചെയ്യുന്ന രീതിയിലുള്ള ഒരു വലിയ അനുഭവം വരികയാണ്. സ്വത്രം നോക്കിക്കേ. ഇന്നലെ വരെ അശുദ്ധി എന്ന് പറഞ്ഞ അവളെ വിശുദ്ധിയിലേക്ക് ദൈവം കൊണ്ടുവന്ന്. സ്വത്രം. ഈ സ്പർശനം അശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു വലിയ സ്പർശനമാണ്. സ്വത്രം എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ ഇവളെ തകർത്തടിച്ച പൈശാചിക മണ്ഡലം റൂൾ ചെയ്ത അനുഭവത്തിൽ നിന്ന് ദൈവരാജ്യം ആഴത്തിൽ ഇവളിലേക്ക് റൂൾ ചെയ്യുന്ന ഒരു അനുഭവത്തിലേക്ക് വന്നു. സഹോദര, ഇന്ന് പകൽക്കാലം യേശു കർത്താവ് വിളിച്ചു പറയുന്നു, സഹോദരി, യേശു കർത്താവ് പറയുന്നു, ഇന്നലെ വരെ നിന്നെ റൂൾ ചെയ്ത് പൈശാചികമായ ഒരു കിങ്ഡം ഉണ്ട്. സ്വത്രം. ഞാനത് പറയുമ്പോൾ ഒരു പക്ഷേ ചിലരെ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ സ്വത്രം ഇവിടെ ഭരിക്കുന്ന ഈ ലോകത്തിൻ്റെ ഒരു പ്രഭുവുണ്ട്, അവരാണ് നിന്നെ ഭരിക്കുന്നതെങ്കിൽ ഇവിടെ പറയുകയാണ് മറ്റൊരുത്തം നിന്നെ ഭരിക്കുന്ന ഒരു അനുഭവം ഉണ്ട്. അത് പ്രാപിച്ചെടുക്കുവാൻ ഇന്ന് വേറെ എങ്ങും നീ പോകണ്ട. സ്വത്രം. കർത്താവിനോട് പ്രാർത്ഥിക്കുക, കർത്താവേ, ആ ഒരു വലിയ വിശ്വാസം എന്നിലേക്ക് പകരണമേ. സ്വത്രം. എല്ലാ കണ്ണുകളും ഒരു നിമിഷം ഒന്ന് അടച്ചാട്ടെ. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാനായി ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഈ തിരുവചനത്തിൽ കൂടി സ്വത്രം എന്താണ് കർത്താവ് സംസാരിച്ചു കൊണ്ടിരുന്നത്? ചരിത്രങ്ങളെ മാറ്റുവാൻ എൻ്റെ യേശുവിന് കഴിയും. ചരിത്രങ്ങളെ, രാജ്യങ്ങളുടെ, പട്ടണങ്ങളുടെ, സ്വത്ര കുടുംബങ്ങളുടെ ചരിത്രത്തെ മാറ്റുവാൻ യേശുവിന് കഴിയും. കാരണം വിശ്വാസമുണ്ടെങ്കിൽ സ്വത്ര ചരിത്രങ്ങൾ വഴിമാറിപ്പോകും. ആമേൻ. ഇന്ന് സ്വത്ര പകൽക്കാലം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര, നിന്റെ ഹൃദയത്തിൽ ഇന്ന് പകൽ കർത്താവിനോട് പറ, കർത്താവ്, ഞാൻ വിശ്വാസമുണ്ടെന്ന് പറയുന്നു, പക്ഷേ സ്വത്ര ഒരു ആഴത്തിലുള്ള വിശ്വാസം ഈ സ്ത്രീയെ പോലെ പ്രാപിച്ച് എടുക്കുവാനായി എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുന്നു. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് തിരുസന്നിധിയിലേക്ക് വരുന്നു. കർത്താവ്, പലപ്പോഴും ഞങ്ങൾക്ക് വിശ്വാസമുണ്ടെന്ന് പറയുന്നുവെങ്കിലും ആ വിശ്വാസം വേണ്ടതുപോലെ പ്രാപിച്ചെടുക്കാൻ കഴിയാത്ത രീതിയിൽ ആയിരിക്കുന്നു. കർത്താവെ, ഈ സ്ത്രീ പ്രാപിച്ചതുപോലെ യേശു ആരെന്നുള്ള തിരിച്ചറിവിലുള്ള ഒരു വിശ്വാസം, യേശു ആരെന്നുള്ള അറിവ് എന്ന് പറയുമ്പോൾ കർത്താവെ, ആ പരിജ്ഞാനത്തിൽ, ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ
കർത്താവേ, ആ വിശ്വാസം, അങ്ങനെയുള്ളൊരു വിശ്വാസം പ്രാപിച്ചെടുക്കുവാനായി ഞങ്ങളെ സമർപ്പിക്കുന്നു. നീ വീണ്ടെടുപ്പുകാരനാണ് കർത്താവേ. നീയാണ് ഞങ്ങൾക്ക് രക്തം നൽകിയത്. അതിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു കർത്താവേ. നീയാണ് മശിഹ, വരാൻ പോകുന്ന മശിഹ നീയാണ്. പഴയ നിയമത്തിൽ എഴുതിയ മശിഹ നീയാണ് കർത്താവേ. സ്വന്തം കർത്താവേ, ഈ മശിഹ നീ ആയിരിക്കുന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എന്നിലേക്ക് ആ ദൈവശക്തി ഇപ്പോൾ തന്നെ വ്യാപരിക്കട്ടെ. പരിശുദ്ധ കർത്താവേ, അങ്ങയുടെ നാമത്തിൽ കർത്താവിടെ ഇനി ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവശക്തിയുടെ അളവറ്റ വ്യാപാരം അവരിലേക്ക് വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സ്വത്രം ദൈവരാജ്യം ആഴത്തിൽ റൂൾ ചെയ്യേണ്ടതിനായി ഇപ്പോൾ തന്നെ രോഗികൾ സൗഖ്യമാകട്ടെ. ഇപ്പോൾ തന്നെ ബലഹീനമായിരിക്കുന്ന അനുഭവങ്ങൾ മാറിപ്പോകട്ടെ. ദൈവരാജ്യം ആഴത്തിൽ റൂൾ ചെയ്യുന്ന ഒരനുഭവം ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ കർത്താവേ. സ്വത്രം കർത്താവിൻ്റെ വലിയ സാന്നിധ്യം ഇറങ്ങി വരട്ടെ, ഇറങ്ങി വരട്ടെ, ഇറങ്ങി വരട്ടെ. അങ്ങനെ ചെയ്തിരിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. രോഗികൾ സൗഖ്യമായതിനായി സ്തോത്രം. അത്ഭുത വിടുതലുകൾ ഇപ്പോൾ തന്നെ സംഭവിച്ചതിനായി സ്തോത്രം. മഹത്വം ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, നിങ്ങളുടെ ദുഃഖങ്ങൾ, നിങ്ങളുടെ വേദനകൾ ഞങ്ങളെ എഴുതി അറിയിക്കുകയോ ഈ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുകയോ ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഇത് നിങ്ങളോട് ദൈവവചനം ശുശ്രൂഷിച്ചത് അനീഷ് കെ ഉമ്മൻ എന്ന് പറയുന്ന ദൈവദാസനാണ്. പ്രിയ ദൈവദാസൻ്റെ ശുശ്രൂഷകൾ നമുക്ക് അനുഗ്രഹമായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനകളെ ഞങ്ങൾ ചോദിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. അതോടൊപ്പം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, നിങ്ങളുടെ ദുഃഖങ്ങൾ, നിങ്ങളുടെ വേദനകൾ ഞങ്ങളെ അറിയിക്കുക. ദൈവം നമ്മെ ഈ എപ്പിസോഡിനാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. കണ്ണുനീരെന്നു മാറുമോ, വേദനകളെന്നു തീരുമോ? കണ്ണുനീരെന്നു മാറുമോ, വേദനകളെന്നു തീരുമോ? കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ. കണ്ണുനീരെന്നു മാറുമോ, വേദന